ചായക്കൊപ്പം കറുമുറേന്ന് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു വെറൈറ്റി ചിപ്സ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടാലോ. വേറൊന്നുമല്ല, ഈ ചേമ്പ് കൊണ്ടുള്ള ചിപ്സാണ്. കണ്ടിച്ചേമ്പ്, ചീമച്ചേമ്പ്, വലിയ ചേമ്പ് എന്നൊക്കെ പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്ന, നമ്മൾ പുഴുങ്ങി കഴിക്കാനൊക്കെ എടുക്കൂലേ, ആ ചേമ്പ് കൊണ്ടുള്ള ചിപ്സ്. അപ്പോൾ ചേമ്പിൻ്റെ രണ്ടറ്റവും ഇതുപോലെ മുറിച്ച് കളഞ്ഞതിന് ശേഷം തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. മിക്കവരുടെയും വീടുകളിൽ 2-3 ചേമ്പെങ്കിലും കാണാതിരിക്കില്ലല്ലോ. ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആൾക്കാരുടെ കാര്യമല്ല പറഞ്ഞത്. ഇപ്പോൾ കടകളിലും നന്നായിട്ട് ഈ ചേമ്പ് ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തോലെല്ലാം കളഞ്ഞ് ചിപ്സിനായിട്ട് അരിഞ്ഞെടുക്കാം. ഇതുപോലെ വളരെ കനം കുറഞ്ഞ് വേണം അരിഞ്ഞെടുക്കാൻ. ഞാൻ കൈകൊണ്ട് തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. മെഷീൻ വേണമെങ്കിൽ അങ്ങനെയാവാം. അങ്ങനെ അരിഞ്ഞെടുത്ത ചിപ്സ് കഷ്ണങ്ങൾ വെള്ളത്തിൽ ഒരു 4-5 ആവർത്തി വെള്ളം തെളിയുന്നവരെ അലസി കഴുകിയെടുക്കുക. ചേമ്പിൻ്റെ വഴുവഴുപ്പ് മാറാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കഴുകിയെടുത്ത കഷ്ണങ്ങൾ വെള്ളം വാലാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. വെള്ളം വാർന്നതിന് ശേഷം ചിപ്സ് വറുത്തെടുക്കുക. ഉരുളി ചൂടായതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, തവിടെണ്ണ. വെളിച്ചെണ്ണയിൽ വറുക്കുന്നതാണ് നല്ല ടേസ്റ്റ്. എണ്ണ ചൂടായതിന് ശേഷം ചിപ്സ് കഷ്ണങ്ങൾ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട ഉടനെ ഇളക്കിയിട്ട് എല്ലാം കൂടി കുഴഞ്ഞു വരും. ഒരു വശം കുറച്ച് മുരിയുമ്പോൾ 2 വശം ഇളക്കി കൊടുത്ത് ഞാൻ കുറച്ച് ഉപ്പ് നീരോട് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ചിപ്സ് വറുത്ത് കൊടുക്കും. അങ്ങനെ വളരെ രുചികരമായ ചേമ്പ് ചിപ്സ് തയ്യാർ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ രുചികരമായ ചിപ്സ്. സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടിയും കായപ്പൊടിയും കുറച്ച് കറിവേപ്പിലയൊക്കെ വറുത്തിടുക, അല്ലെങ്കിൽ മുളക് പൊടിയും കായപ്പൊടിയും കൂടെ ചേർക്കാം. ലേസൊക്കെ ഇതിൻ്റെ ടേസ്റ്റിനടുത്ത് മാറി നിൽക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.